സൗരിസന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭ എന്നുള്ള പഠനം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ യാത്രയിലായിരുന്നു, വേറൊരു സഭയിലായിരുന്നു, കുറച്ച് ദൂരെയുള്ള. അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് മിസ്സായത്. നമ്മളതിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവസഭയിൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി ദൈവവചന പ്രകാരം ആദിമ ദൈവസഭയിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് ചിന്തിക്കുന്നത്. ഞാനിത് എൻ്റെ ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇതൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നത് പോലെ നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ നമുക്ക് ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ മോശയും ദാവീദും ഒക്കെ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഒരു മാതൃക അതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും അതിലുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. നമ്മളൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവനിൽ കൂടി ഒഴുകുന്ന ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ജീവന്റെ ശക്തിയിൽ മാത്രമേ ദൈവത്തിന്റെ ക്രമപ്രകാരമുള്ള ഒരു ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു രീതിയിലല്ലാതെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു തിയോളജിക്കൽ തിയറി ആയിട്ട് നമ്മൾക്കത് മനസ്സിലാവുകയും അത് നമ്മൾക്ക് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പോട്ട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു അടിസ്ഥാന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം, യേശുക്രിസ്തു പറഞ്ഞു, എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. അന്നേരം ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ആ ജീവനിൽ മാത്രമേ നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് നമ്മൾ കർത്താവിൽ അബൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കർത്താവിന്റെ ജീവൻ നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിതൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ മുമ്പോട്ട് ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയപ്പോൾ ദൈവസഭയുടെ ആത്മീയ നേതൃത്വം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. സ്പിരിച്വൽ ലീഡർഷിപ്പ്, ലോക്കൽ പ്രാദേശിക ദൈവസഭയുടെ സ്പിരിച്വൽ ലീഡർഷിപ്പ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ മൂപ്പന്മാരിലാണ്. എൽഡേഴ്സ് എന്നുള്ളതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാദേശിക ദൈവസഭയിൽ മൾട്ടിപ്പിൾ എൽഡേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോസ്തലന്മാർ സഭകൾ സ്ഥാപിച്ചപ്പോൾ അവർ ആ സഭയിൽ തന്നെ നിന്ന് പഠിപ്പിക്കുകയും ആ സഭയിൽ നിന്ന് തന്നെയുള്ള ആത്മീയരായിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ബിലീവേഴ്സിനെ എൽഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും എന്നിട്ടാണ് അവർ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. അന്നേരം ആ എൽഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ആ പ്രാദേശിക ദൈവസഭ നിൽക്കുന്നത്. അപ്പോസ്തലന്മാർ പിന്നീട് അതിനെ ഒരു റിമോട്ട് കൺട്രോൾ ഭരണം നടത്തുന്നില്ല, അങ്ങനെ ദൈവവചനത്തിൽ കാണുന്നില്ല. പ്രാദേശിക ദൈവസഭ സ്വതന്ത്രമാണ്. അത് പ്രാദേശിക ദൈവസഭയുടെ എൽഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് നിൽക്കുന്നത്. എൽഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു, എൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്, അല്ലാതെ പ്രായത്തിന്റെ പക്വതയല്ല, പ്രായത്തിന്റെ മെച്യൂരിറ്റി അല്ല. അന്നേരം പ്രായത്തിന്റെ മുതിർന്ന അല്ലെങ്കിൽ പ്രായത്തിന്റെ മൂപ്പല്ല മൂപ്പൻ എന്നുള്ളതിന്റെ അടിസ്ഥാന തത്വം. ഇല്ലെങ്കിൽ മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധനെന്നോ ഇല്ലെങ്കിൽ പ്രായത്തിൽ മൂത്തവനെന്നുള്ള അർത്ഥത്തിലല്ല എൽഡർ എന്നുള്ള വാക്ക് പുതിയ നിയമ ദൈവസഭയിൽ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ്. എന്നാൽ പുതിയ ശിഷ്യനാകരുതെന്ന് പറയുന്നത്, അന്നേരം പ്രായം കുറവാണോ കൂടുതലാണോ എന്നുള്ളത് വിഷയമല്ല, എന്നാൽ പുതിയ ശിഷ്യനാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് എടുത്തു പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അന്നേരം പ്രായം കൂടിയത് കൊണ്ട് മൂപ്പൻ ആകണമെന്ന് നിർബന്ധമില്ല, പ്രായം കുറഞ്ഞതുകൊണ്ട് മൂപ്പൻ ആകരുതെന്ന് നിർബന്ധമില്ല. ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൽഡർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ മൂപ്പൻ എന്നുള്ള പദത്തെ തന്നെ വേറെ 2 രീതിയിൽ കൂടി ബൈബിൾ പരിചയപ്പെടുന്നുണ്ട്. അത് ഒന്ന് അവരുടെ മിനിസ്ട്രിയൽ ഫംഗ്ഷനും അടുത്ത അവരുടെ ഗിഫ്റ്റിനെയും സ്പിരിച്വൽ ഗിഫ്റ്റിനെയും കാണിക്കാനുള്ളതാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തേത് അധ്യക്ഷൻ എന്നുള്ള പദമാണ്. അധ്യക്ഷൻ എന്നുള്ള പദം അദ്ദേഹത്തിന്റെ ഇല്ലെങ്കിൽ മൂപ്പന്റെ മിനിസ്ട്രിയൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നു, ഓവർസീ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ വരാൻ പോകുന്ന ഡേഞ്ചേഴ്സിനെ ഓവർസീ ചെയ്യുക, വിശ്വാസികളെ ഓവർസീ ചെയ്യുക. ഈ ഒരു ഓവർസീയിങ് എന്നുള്ള ആ ഒരു മിനിസ്ട്രി മൂപ്പന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ മൂപ്പന്മാരുടെ അടുത്ത് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് മൂപ്പന്മാർ കൊടുക്കും. നേരം മൂപ്പന്മാർ ഓവർസീ ചെയ്യണം, വരാൻ പോകുന്ന ഡേഞ്ചേഴ്സിനെ പറ്റി ഓവർസീ ചെയ്യണം. ഓവർസീ ചെയ്യുന്നതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. അത് വിശ്വാസികളുടെ എല്ലാ കാര്യങ്ങളെയും മൈക്രോ മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസികളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുക എന്നുള്ളത്.
വിശ്വാസികളുടെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് അഭിപ്രായം പറയാനായിട്ട് മൂപ്പന് ദൈവവചനത്തിൽ അധികാരമില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മൂപ്പൻ റെസ്പോൺസിബിലിറ്റി അല്ല. അവർ നമ്മളടുത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിലുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലെല്ലാം അധികാരം ചെലുത്താനായിട്ടുള്ള അധികാരം മൂപ്പനില്ല. പേഴ്സണലായിട്ടുള്ള ഓരോ വിശ്വാസികളെയും ഓരോ സത്യത്തിലേക്ക് നടത്തേണ്ടത് അവരുടെ വ്യക്തിപരമായിട്ട് ഡിസിഷൻസ്, ആരെ കല്യാണം കഴിക്കണം, എന്ത് ജോലി ചെയ്യണം, ഏത് സ്ഥലത്ത് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ ലീഡ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഇല്ലെങ്കിൽ അവരുടെ തലയായിട്ടുള്ള ക്രിസ്തുവാണ്. അന്നേരം മൂപ്പൻ ഒരിക്കലും ക്രിസ്തുവിന്റെ സ്ഥാനം ഏറ്റെടുക്കരുത്. അത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ തല മൂപ്പനല്ല, തല ക്രിസ്തുവാണ്. തലയായ ബോഡിയിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ശുശ്രൂഷയാണ് മൂപ്പൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെയും നടത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവുമായി കണക്ട് ചെയ്യപ്പെടാനായിട്ടും തലയുമായി കണക്ട് ചെയ്യപ്പെടാനായിട്ടും അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂപ്പന്റെ ശുശ്രൂഷ. അല്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളത്. അന്നേരം ഓവർസീയിങ്ങും മൈക്രോ മാനേജ്മെന്റും വ്യത്യാസമുണ്ട്. കാരണം ഞാനിത് എടുത്ത് പറയുന്നത് പല സഭകളിലും പലപ്പോഴും മൂപ്പന്മാർ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും പല പല പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യാറുണ്ട്. അന്നേരം മൂപ്പനെ ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ആൾക്കാർ കാണുകയും ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഏകദേശം അതുപോലെ തന്നെ കാണുകയും പരിശുദ്ധാത്മാവിന്റെ അടുത്തും ദൈവത്തിന്റെ അടുത്തും ആലോചന വയ്ക്കാതെ മൂപ്പന്റെ ആലോചന ചോദിച്ചിട്ട് അതുപോലെ ചെയ്തിട്ട് പിന്നീട് പ്രശ്നങ്ങളിൽ പോയ അനേക വ്യക്തികളെ എനിക്കറിയാം. പലരും എൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല ഡിസിഷനും നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഡിസിഷൻസ്, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അതിന് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എൽഡേഴ്സ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെ അവരല്ല അതിന് ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ വലിയ അപകടങ്ങളിലേക്ക് പോയെന്ന് വരാം. എൻ്റെ വളരെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരിക്കൽ പല വ്യക്തികൾ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാസ്റ്റർമാരുടെ ഡയറക്റ്റ് ആലോചന കേട്ട് ചെയ്ത് വിവാഹം തകർന്നു പോയ പല വ്യക്തികളുണ്ട്. എന്നിട്ട് ഞാനെപ്പോഴും എന്തുകൊണ്ടാണ് എന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതൊരു വ്യക്തിപരമായ ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് ദൈവത്തിന്റെ നിന്ന് കേൾക്കുന്നതിന് പകരം മൂപ്പന്റെ അടുത്ത് കേൾക്കാൻ പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മൈക്രോ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് മൂപ്പന്മാർ തയ്യാറാവരുത്, വിശ്വാസികളും അങ്ങനെ തയ്യാറാവരുത്. അതിനും വിശ്വാസികൾ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാവണം. മൂപ്പന്മാർ വിശ്വാസികളെ ദൈവശബ്ദം കേൾക്കാനായിട്ട് ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനെ ഫോളോ ചെയ്യാനായിട്ട് ഇക്വിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കാനായിട്ട് വിശ്വാസികൾ തയ്യാറാവണം. പഴയ നിയമത്തിൽ അങ്ങനൊരു സിസ്റ്റം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ദൈവാലോചന ചോദിക്കാനായിട്ട് പ്രവാചകന്മാരുടെ അടുത്തേക്കും ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്കും പുരോഹിതന്മാരുടെ അടുത്തേക്കും ആൾക്കാർ പോയിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സിസ്റ്റം, പഴയ നിയമ പൗരോഹിത്യം ദൈവം നീക്കി ഓരോ വ്യക്തികളെയും യേശുക്രിസ്തു എന്ന തലയുമായിട്ട് കണക്ട് ചെയ്തു. ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് രാജകീയ പുരോഹിത വർഗം ആക്കിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നാണ് ആലോചന പ്രാപിക്കേണ്ടത്. ഞാനിത് എടുത്തു പറയുന്നത് ഇങ്ങനത്തെ പല ഡേഞ്ചേഴ്സും ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ മൂപ്പന്മാർ മൈക്രോ മാനേജ്മെന്റ് ചെയ്യില്ല, പക്ഷെ അതേസമയം മൂപ്പന്മാർക്ക് അവരെ വാൺ ചെയ്യാം. വരാൻ പോകുന്ന ഡേഞ്ചേഴ്സിനെ അവർക്ക് മുൻകൂട്ടി കാണാനായിട്ട് കഴിയണം. അവർക്ക് അവരെ ഉപദേശിക്കാം. അവർക്ക് ഒരു തെറ്റിലേക്ക് പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് വാൺ ചെയ്യുകയും അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും വരാൻ പോകുന്ന ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് അവരെ വിടുവിക്കാനായിട്ട് അവരെ ഓവർസീ ചെയ്യുക എന്നുള്ളത് മൂപ്പന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അന്നേരം അതുകൊണ്ടാണ് ഓവർസിയർ എന്നുള്ള പദം തന്നെ അവർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദം ഇടയൻ എന്നുള്ളതാണ്. ഇടയൻ എന്നുള്ള പദം ഞാൻ ഈ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അത് ഇടയൻ എന്നുള്ള കാര്യവും അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാമത്തെ അധ്യായത്തിൽ പൗലോസും പത്രോസ് ഇടയന്മാരുടെ മൂപ്പന്മാർക്കുള്ള നിർദ്ദേശം കൊടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇടയൻ ഒരിക്കലും വിശ്വാസികളെ ലോഡ് ഓവർ ചെയ്യുന്നവരാകരുത്, കർത്തൃത്വം നടത്തുന്നവരാകരുത്. ഇതിന്റെ കർത്തൃത്വം നടത്തുക എന്നുള്ളത് പൗലോസും കൊരിന്ത്യൻ വിശ്വാസികൾക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരല്ല. അപ്പോസ്തലന്മാരായിട്ട് പോലും, അപ്പോസ്തലന്മാർക്ക് ഒരു സ്പെസിഫിക് അധികാരം ഉണ്ടായിട്ട് പോലും അപ്പോസ്തലന്മാർ പോലും വിശ്വാസികളുടെ കർത്തൃത്വം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് മൂപ്പന്മാർക്ക്, കൂട്ടുമൂപ്പനായിട്ടുള്ള പത്രോസ് മൂപ്പന്മാർക്ക് പറയുമ്പോൾ പറയാണ്, ഇടവകയുടെ മേൽ കർത്തൃത്വം നിങ്ങൾ നടത്തരുത്, അല്ലെങ്കിൽ വ്യക്തികളുടെ മേൽ ലോഡിങ് ഓവർ ചെയ്യരുത്, അവരുടെ മേൽ കർത്തൃത്വം നടത്തരുത്. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു ലോകത്തിലെ കാര്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം അതിന്റെ 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ അധിപതികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്തൃത്വം നടത്തുക. മത്തായി 20:25. അതൊരു ജാതീയ സിസ്റ്റത്തിലുള്ളൊരു കാര്യമാണ്. എന്റെ സ്ഥാനം ഇതായതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മേൽ അധികാരം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്കുള്ള അധികാരം. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പത്രോസ് പറയാണ് അതിന് പകരം എങ്ങനെയാണ്, നിങ്ങൾ ലോഡ് ഓവർ ചെയ്യുകയല്ല, മറിച്ച് നിങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് ലീഡ് ചെയ്യുകയാണ് വേണ്ടത്. ലീഡ് ദം ആസ് എക്സാമ്പിൾസ്. അതാണ് പത്രോസ് പറയുന്നിരിക്കുന്നത്.
അന്നേരം വിശ്വാസികളുടെ മാതൃകയായിക്കൊണ്ട് നിങ്ങൾ അവരെ മുൻപിൽ നിന്ന് ലീഡ് ചെയ്യുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. യേശുക്രിസ്തു പറഞ്ഞു, ഒരു ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുടെ മുമ്പേ പോകുന്നു. ഇടയന്റെ എക്സാമ്പിൾ കണ്ടിട്ടാണ് ഒരു ആടിന് ആ സ്പിരിച്വൽ അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്യുകയും അദ്ദേഹത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നത്. അല്ലാതെ ഇടയന്റെ സ്ഥാനം കൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ നിങ്ങൾ അനുസരിക്കണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു ലോഡിംഗ് ഓവറാണ്. അന്നേരം സ്പിരിച്വൽ അതോറിറ്റി പുതിയ നിയമത്തിൽ എപ്പോഴും ദൈവം തലയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ അതോറിറ്റി മറ്റുള്ളവർ കണ്ടിട്ട് അതിന് കീഴ്പ്പെടുന്നതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റി. അത് ആത്മീയ കാര്യത്തിലാണ്, ഞാൻ ബാക്കി ഡീറ്റെയിലേക്ക് വരുന്നില്ല, ഭൗതികമായിട്ടുള്ള കാര്യത്തിലല്ല. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആയി സഭയെ ലീഡ് ചെയ്യണമെന്നാണ് പത്രോസ് മൂപ്പന്മാരത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം അവരെ ലോഡ് ഓവർ ചെയ്യരുത്. അന്നേരം ഇതും ഒരു തെറ്റായിട്ടുള്ള ചിന്തയാണ്. പലപ്പോഴും ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് ആൾക്കാർ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സാമ്പിൾ ഇല്ലെങ്കിൽ സ്പിരിച്വൽ അതോറിറ്റിയുടെ എക്സാമ്പിൾ ആദ്യം തുടങ്ങുന്നത് മൂപ്പന്റെ ഭവനത്തിലാണ്. അന്നേരം കുടുംബത്തിന്റെ തലയായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ ആ സ്പിരിച്വൽ അതോറിറ്റി, കുടുംബത്തിലെ ഭാര്യയും കുഞ്ഞുങ്ങളും അത് കണ്ട് ആ സ്പിരിച്വൽ അതോറിറ്റിക്ക് കീഴ്പ്പെടുകയും ആ സ്പിരിച്വൽ അതോറിറ്റി എക്സസൈസ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി ഒരിക്കലും ദൈവസഭയുടെ ലീഡർഷിപ്പിൽ വരരുത് എന്നുള്ളത് ദൈവത്തിലെ ക്ലിയർ ആയിട്ടുള്ള കൽപ്പനയാണ്. ഞാനിത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പണി ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ശക്തിയിൽ ചെയ്യുന്നതിന് പകരം നമ്മളുടെ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ ഡിസാസ്ട്രസ് ആയിരിക്കും അവസ്ഥ. ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു സഭയിലെ ഒരു മൂപ്പന്റെ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റാനായിട്ട് കഴിച്ചില്ല. അന്നേരം പറഞ്ഞു, അങ്ങനത്തെ ഒരു സ്പിരിച്വൽ അതോറിറ്റി അദ്ദേഹത്തിന് കുടുംബത്തിലില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തെ എൽഡറായിട്ട് വയ്ക്കുന്നത് ദൈവമാനപ്രകാരം ശരിയല്ല. അന്നേരം അത് മറ്റുള്ളവർ പറഞ്ഞു, അദ്ദേഹത്തിനാണ് പ്രസംഗിക്കാനായിട്ട് കഴിവുള്ളത്, അദ്ദേഹത്തിനാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ല അടിസ്ഥാനപരമായിട്ട് പുതിയ നിയമത്തിലെ മൂപ്പന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. അത് വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, കുടുംബത്തെ പരിപാലിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ദൈവസഭയെ പരിപാലിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഭ ശിഥിലമാവും. ആ സഭയിൽ അദ്ദേഹത്തിന് സ്പിരിച്വൽ അതോറിറ്റി ആക്സസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അദ്ദേഹത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന് കീഴ്പ്പെടാനായിട്ട് ആൾക്കാർ തയ്യാറാവുകയില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അവരത് ചെയ്തില്ല. പിന്നീട് അത് വേറെ രീതിയിൽ പോയി. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അത് ആ പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ കഴിയില്ല. അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നത് കാണുമ്പോൾ, കുടുംബത്തിലുള്ളവർ അതോറിറ്റി കീഴ്പ്പെടുമ്പോൾ, ആ സ്പിരിച്വൽ അതോറിറ്റിയുടെ എക്സ്റ്റൻഷൻ മാത്രമാണ് വലിയ കുടുംബമായിട്ടുള്ള ദൈവസഭയിൽ അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂപ്പന്റെ ജീവിതം, കുടുംബജീവിതം വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. വിശ്വാസികൾക്ക് മാതൃകയാകണം എന്ന് എടുത്തെടുത്ത് പൗലോസ് പറഞ്ഞു. ഞാൻ ഈ വാക്യങ്ങളിലേക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ വിശ്വാസികളുടെ മൂപ്പന്മാർക്ക് പറയുന്ന ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പിൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അന്നേരം ഈ തീത്തോസിന്റെ അടുത്ത് പറയുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ തീത്തോസിന്റെ അടുത്തും പറയുന്നുണ്ട്, വിരോധി നമ്മെക്കുറിച്ച് 2:7 മൂപ്പന്മാർക്കുള്ള കൽപ്പന പറഞ്ഞതിന് ശേഷം പറയുന്നത്, വിരോധി നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അന്നേരം മൂപ്പന്റെ ജീവിതം ഒരു മാതൃകയായിരിക്കും. അന്നേരം മൂപ്പന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ ഭാര്യയുമായിട്ടുള്ള ഐക്യതയില്ല, ഒന്നാകുന്നില്ല, കുടുംബത്തിൽ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം അതിന്റെ ആ ഒരു ശുശ്രൂഷയിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തത് എല്ലാ ഡീറ്റെയിൽസും എല്ലാ തീത്തോസിന്റെയും ലേഖനത്തിൽ പൗലോസ് ഇത് വളരെ ഡീറ്റെയിൽ ഉണ്ട്. പത്രോസ് മൂപ്പന്മാരത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയാതെ വിട്ടുപോയതുകൊണ്ട് അതുകൂടി പറയാണ്. അവിടെ പറയാണ് 1 പത്രോസ് അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, നിങ്ങളുടെ വിചാരയുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ എന്നാണ് പറഞ്ഞത്. അന്നേരം ആട്ടിൻകൂട്ടം ഒരിക്കലും മൂപ്പന്റെ അല്ല. മൂപ്പൻ സ്ഥാപിച്ച സഭയാണെങ്കിലും മൂപ്പന്റെ ഫാമിലി, ചില കുടുംബ സഭകളുണ്ട്, ഫാമിലി സഭ എന്നൊക്കെ പറയും. ഇവരുടെ കുടുംബത്തിന്റെയാണ് സഭ എന്ന് പറയും. അങ്ങനെ ഒരു കുടുംബത്തിന്റെ സഭയില്ല. സഭ എപ്പോഴും കർത്താവിൻ്റെതാണ്. അതുകൊണ്ടാണ് പൗലോസ് മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയിക്കാനായിട്ട് അധ്യക്ഷനായിട്ട് നിങ്ങളെ വെച്ചിരിക്കുന്നു. അന്നേരം സഭ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മേയിച്ചോളി നിർബന്ധത്തല്ല, ദൈവത്തിന് ഹിതപ്രകാരമാണ്, മനഃപൂർവ്വമായിട്ടും ദുരാഗ്രഹത്തോടെയല്ല. അന്നേരം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ മൂപ്പൻ ദുരാഗ്രഹം ഇല്ലാത്ത വ്യക്തിയായിരിക്കണം, പ്രത്യേകിച്ച് ദ്രവ്യാഗ്രഹമില്ലാത്ത വ്യക്തിയായിരിക്കണമെന്ന് തീത്തോസും പറയുന്നു.
ഈ ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ മൂപ്പന്മാരുടെ അടുത്ത് പറയുമ്പോൾ പൗലോസ് തന്റെ മാതൃക അവരുടെ അടുത്ത് പറയുമ്പോൾ പറയാണ്. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 23-ാമത്തെ വാക്യം, ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനം ചെയ്തു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഞാനിത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. മൂപ്പന്മാര് ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം, ദുരാഗ്രഹമില്ലാത്തവരായിരിക്കണം. അന്നേരം വിശ്വാസികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള ദുരാഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനും ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളോട് സംസാരിച്ചത്. ദ്രവ്യാഗ്രഹം എന്ന് മാത്രമല്ല, ദുരാഗ്രഹം എന്ന് പറയുമ്പോൾ വിശ്വാസികളിൽ നിന്നുള്ള മാനം അന്വേഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു മനുഷ്യരുടെ അടുത്ത് മാനം അന്വേഷിക്കുന്നില്ല, എന്നെ പുകഴ്ത്തുന്ന ദൈവമാകുന്നത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. അന്നേരം ഞാനിത് പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയിലുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനുഷ്യരുടെ മാനമോ മനുഷ്യരുടെ ധനമോ മനുഷ്യരുടെ എന്തെങ്കിലും വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷയാണെങ്കിൽ നമ്മൾ കോംപ്രമൈസേഴ്സ് ആയിത്തീരും. നമ്മൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം പൗലോസ് പറയാണ്, പൗലോസ് ഈ മൂപ്പന്മാർക്ക് ഒരു മാതൃക കാണിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ തല്ല ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാരത്താണ്. മൂപ്പന്മാരത്ത് പറയാണ്, ഞാൻ ഒന്നും മോഹിച്ചിട്ടില്ല, വെള്ളിയും പൊന്നും മോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് മൂപ്പന്മാർക്ക് മാതൃകയായി ഞാൻ കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അല്ലെ, അവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ് എന്നിട്ട് പറയാണ്, അങ്ങനെ ആ ഒരു മാതൃക കാണിക്കാൻ വേണ്ടി ഞാൻ എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ കൈകളാൽ അധ്വാനിച്ചു. അന്നേരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വേറൊരു വിഷയമാണെങ്കിൽ ഞാൻ ടച്ച് ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ജോലി, ഭൗതികമായിട്ടുള്ള കൈകൊണ്ടുള്ള അധ്വാനം എന്ന് പറയുമ്പോൾ ഭൗതിക ജോലിയാണ്. ഭൗതിക ജോലി ചെയ്യാതിരിക്കാനായിട്ടുള്ള യഥാർത്ഥ അധികാരം അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അല്ല, സഭയിലെ മൂപ്പന്മാർക്ക് ജോലി ചെയ്യാതിരിക്കാനുള്ള ഒരു അധികാരം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് ആ അധികാരത്തെ മാറ്റിവെക്കുകയാണ്. ഇത് കൊരിന്ത്യലേഖനത്തിലും പൗലോസ് അത് പറയുന്നുണ്ട്. ഞാൻ ആ അധികാരം ഉപയോഗിക്കുന്നില്ല. ആ അധികാരം ഉപയോഗിക്കാതെ പൗലോസ് എന്തിനാണ് ജോലി ചെയ്തത്? പൗലോസ് ജോലി ചെയ്തത് മൂപ്പന്മാർക്ക് വീണ്ടും ഒരു മാതൃക കാണിക്കുകയാണ്. മൂപ്പന്മാരുടെ അടുത്ത് നിങ്ങൾ ദ്രവ്യാഗ്രഹമുള്ളവരാവരുത്, നിങ്ങൾ വിശ്വാസികളുടെ പണം പ്രതീക്ഷിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യരുത്, ഇല്ലെങ്കിൽ വിശ്വാസികളുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാകരുത്. നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ജോലി ചെയ്ത് മാതൃക കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അടിസ്ഥാനപരമായിട്ട് ഞാനിത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിലെ മൂപ്പന്മാർ കൈകൊണ്ട് അധ്വാനിക്കാനായിട്ട് തയ്യാറാകണം. അത് ഇന്ന് പലരും ഈ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മൂപ്പന്മാർ പാസ്റ്റേഴ്സ് അധ്യക്ഷന്മാരെല്ലാം ഒരേ പദമാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അവര് കൈകൊണ്ട് ജോലി ചെയ്യുന്നത് പിന്മാറ്റമാണെന്നാണ് ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തോ ഒരു എന്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ചാണ്. അന്നേരം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്നേരം ഇത് ദൈവത്തിലേക്ക് ക്ലിയർ ആയിട്ട് കൽപ്പന. അന്നേരം ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം മൂപ്പന്മാർ. വിശ്വാസികളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരായിരിക്കും. അടുത്തത്, മൂപ്പന്മാർ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. കാരണം അതുകൊണ്ടാണ് അത് തിമോഥെയോസിന്റെ അടുത്തും പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ട്. തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ജിതേന്ദ്രനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാനും വിരോധികൾക്ക് ബോധം വരുത്താൻ ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നതായിരിക്കും. അന്നേരം ഉപദേശിക്കാനുള്ള ഇല്ലെങ്കിൽ ടീച്ച് ചെയ്യാനായിട്ടുള്ള കഴിവ്. അതുകൊണ്ടാണ് ഈ മൂപ്പന്മാരെ മാനിക്കണമെന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഉപദേശത്തിലും പ്രസംഗത്തിലും കൂടുതൽ അധ്വാനിക്കുന്നവരെ മാനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആത്മീയ നേതൃത്വമാണ് ദൈവസഭ വെച്ചിരിക്കുന്നത്. അന്നേരം ഈ ആത്മീയ നേതൃത്വത്തെ ദൈവം വെച്ചിരിക്കുന്നതിന്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിശ്വാസികളെ ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം ഈ ദൈവത്തിന്റെ സഭയായിട്ടുള്ള ശരീരം ബിൽഡ് ചെയ്യുന്നത് വിശ്വാസികളാണ്, അല്ലാതെ മൂപ്പന്മാരുടെ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് വിശ്വാസികളെ ഇതിനു വേണ്ടിയിട്ട് എക്വിപ്പ് ചെയ്യാനായിട്ടാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം, അതിലേക്കൊന്ന് പോയിട്ട് ഞാൻ മുമ്പോട്ട് ഇന്നത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിൽ വെച്ചിരിക്കുന്ന ചില നിയമങ്ങളെ പറ്റി.
വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് ഇതിലേക്ക് വരാം. അന്നേരം വിശ്വാസികൾ എല്ലാവരും ശുശ്രൂഷ ചെയ്യാനായിട്ട് എക്വിപ്ഡ് ആവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ വിശ്വാസികളും, ഒരു വിശ്വാസികൾക്കും വ്യത്യാസമില്ല, അത് എല്ലാ വിശ്വാസികളും ഏതെങ്കിലും രീതിയിലുള്ള ശുശ്രൂഷ ദൈവത്തിന്റെ സഭയിൽ ചെയ്തുകൊണ്ടാണ് ദൈവസഭയെ എക്വിപ്പ് ചെയ്യുന്നത്. അന്നേരം പലപ്പോഴും അങ്ങനെ വരുമ്പോൾ എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ ദാസന്മാരാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാരാണ് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അന്നേരം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ദൈവദാസൻ എന്നുള്ള പദം സാധാരണ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ എൽഡേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദൈവദാസൻ എന്നുള്ളത്. എന്നാൽ അത് ദൈവവചനപ്രകാരം അങ്ങനെയല്ല. ദൈവദാസൻ എന്നുള്ള പദം ദൈവമകൻ എന്നുള്ള പദത്തിന് തത്തുല്യമായിട്ടുള്ള പദമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ദൈവമകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിശ്വാസികൾ, ദൈവദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ സഭയിലെ മൂപ്പൻ, ഹൂവറിറ്റിസ്റ്റ്. എന്നാൽ അങ്ങനെയല്ല. ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമകൻ എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ വേറൊരു പദമാണ്. ഞാനത് വിശദീകരിക്കാം. അന്നേരം എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ ദാസനാകുന്നത്? യേശുക്രിസ്തുവിനെ പറ്റി ബൈബിൾ ഉടനീളം പഠിപ്പിക്കുന്നത് യേശു കർത്താവെന്നാണ്. കർത്താവ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രീക്കിലെ വാക്കെന്ന് പറഞ്ഞാൽ കൂറിയോസ് എന്നാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ, അല്ലെങ്കിൽ യജമാനൻ എന്നുള്ള അർത്ഥം. ഒരു വ്യക്തിക്ക് ദാസനാകണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു യജമാനൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഒരു യജമാനന്റെ ദാസനായിരുന്നു. അത് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8:32 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു. അന്നേരം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. പാപത്തിന്റെ അടിമത്തത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. എന്നാൽ പുത്രൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം വരുമ്പോൾ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് നമ്മൾ റോമാലേഖനത്തിൽ ഇത് വളരെ വിശദമായിട്ട് പഠിപ്പിച്ചാണ്. എന്നാൽ അങ്ങനെ നമ്മൾ സ്വതന്ത്രരാകുക മാത്രമല്ല, നമ്മൾ അപ്പോൾ തന്നെ വേറൊരു വ്യക്തിക്ക് ദാസനാവുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അന്നേരം യേശുവിനെ കുറിയോസായിട്ട്, കർത്താവായിട്ട് ഒരുവൻ ഏറ്റുപറയുമ്പോൾ തന്നെ ആ വ്യക്തി ദൈവമകനും ആവുകയാണ്, ആ വ്യക്തി ദൈവദാസനുമാവുകയാണ്. അല്ല, രണ്ട് ലെവൽ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. ഇത് പൗലോസ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. ഞാനത് പക്ഷേ ഇത് ആൾക്കാർക്ക് പലർക്കും തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറയാണ്. റോമാലേഖനം നമ്മൾ പഠിച്ച വാക്യങ്ങളിലേക്ക് തന്നെ പോകാം. റോമാലേഖനം 6-ാമത്തെ അധ്യായം, റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോവുകയും ചെയ്യുന്നതിന് ദാസന്മാരെന്ന് അറിയുന്നല്ലോ. ഒന്നുകിൽ നിങ്ങൾ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. രണ്ട് തരം ദാസത്തിനെ പറ്റി പറയാണ്. ഒന്നുകിൽ നിങ്ങൾ പാപത്തിന്റെ ദാസനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ അനുസരണത്തിന്റെ ദാസനാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ദാസൻ എന്നുള്ള വാക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ അടിമ എന്നാണ്. ഡ്യൂലോസ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അടിമ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദാസൻ എന്നുള്ള ഉപയോഗം. യേശുക്രിസ്തു പറഞ്ഞതാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നതാണ്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു ഒരിക്കൽ. എപ്പോഴാണ്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളുടെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരായിരുന്നു. അപ്പൊ നിങ്ങൾ വേറൊരു ദാസ്യത്വത്തിലേക്ക് വന്നു, നീതിക്ക് ദാസന്മാരാണ്. അതേ കാര്യമാണ് 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിനകത്ത് നിത്യജീവൻ. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്ന ആരെ പറ്റിയാണ്? ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്ന പാസ്റ്ററിനെ പറ്റിയല്ല. പാസ്റ്ററിനും ഇത് ആപ്ലിക്കബിൾ ആണ് 100%. പാസ്റ്ററിനും മൂപ്പനും അവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ്. പക്ഷെ അവർ മാത്രമല്ല ദൈവത്തിന്റെ ദാസന്മാരെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വെച്ച് രണ്ട് ചോയ്സേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ ദാസനാണ്. ഇത് റോമലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, അയ്യോ ഞാൻ പാപത്തിന്റെ ദാസനായിട്ട് വിൽക്കപ്പെട്ടവനായിരുന്നു എന്നാണ് പൗലോസിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത്. അന്നേരം രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇല്ല, നിങ്ങൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ദൈവമക്കളായി തീർന്നു, പിന്നെ നിങ്ങൾ ഗ്രേഡ് കൂടി ദൈവത്തിന്റെ ദാസനാകുന്നു എന്നൊരു പഠിപ്പേര് ബൈബിളിലില്ല. ഇതൊക്കെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം നമ്മളെല്ലാവരും ഇത് ആൾക്കാർക്ക് പലരും ചിന്തിക്കുന്നു പറഞ്ഞാൽ, അയ്യോ ഞാനൊരു ദൈവ പൈതൽ മാത്രമാണ്, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റിയാൽ മതി എന്നുള്ളതാണ് പലരുടെയും ചിന്ത. അല്ല, വീണ്ടും ജനിച്ച എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ ദാസന്മാരാണ്. ദൈവത്തിന്റെ ദാസന്മാരെ കൊണ്ട് ദൈവത്തിന് ചില ശുശ്രൂഷകളുണ്ട്, ദൈവസഭയിലുണ്ട്, പുറത്തുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ചു പറയാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം,
വി ആർ ദി സെർവൻസ് ഓഫ് ഗോഡ്. ഈ സെർവൻറ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തി ദൈവത്തിന്റെ ദാസനായി തീരുകയാണ് ആ പൊസിഷനിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അദ്ദേഹം ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ ദാസൻ എന്നുള്ള ആ ശുശ്രൂഷ അദ്ദേഹം വിശ്വസ്തയോടെ നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് ചെയ്താറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം അവരുടെ ചോദിച്ചു, ദൈവദാസനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവദാസനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ദൈവദാസന്മാരാണ്. അതിന് പറഞ്ഞു അല്ല പാസ്റ്റർ ആണോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. എന്നാലും എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ആൾക്കാരുടെ തെറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ വലിയ തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം ഇതാണ് പഠിപ്പിക്കുന്നുള്ളത് പറയാനായിട്ടാണ് പറഞ്ഞത്. അന്നേരം ദൈവദാസൻ എന്നുള്ളത് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പൊസിഷനാണ്. ദൈവമകൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു പൊസിഷനാണ് ദൈവദാസൻ. അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, രക്ഷിക്കപ്പെട്ട എല്ലാവരും. അൺലെസ് നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിട്ട് പാപം പ്രാക്ടീസ് ചെയ്യുന്നവരല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാപത്തിലും ശ്രമിച്ച ദൈവത്തിന്റെ ദാസനാണ്. പക്ഷെ ഈ ദൈവത്തിന്റെ ദാസൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോണറോഫിക് ടൈറ്റിൽ, ഇല്ലെങ്കിൽ യേശുക്രിസ്തു എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ പോലെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാനുള്ള ടൈറ്റിൽ അല്ലത്. കാരണം യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പേരെടുക്കാൻ കഴിയാത്തതിന് പകരം ദൈവദാസൻ എന്നുള്ളത് ഒരു ടൈറ്റിലായിട്ട് ആൾക്കാർ എടുക്കാറുണ്ട്. കാരണം എന്താണ്, പലപ്പോഴും പല ആൾക്കാരും ഈ പരിചയപ്പെടുത്തുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം ഒരു ദൈവദാസനാണെന്ന് പരിചയപ്പെടുത്തുന്ന പോലും ആൾക്കാർക്ക് ചിലർക്ക് അത്ര സന്തോഷമുള്ള കാര്യമാണ്. അന്നേരം കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടി വരത്ത് പറയണം. അന്നേരം സാധാരണ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പലരും പറയുന്നത് ഇദ്ദേഹം ദൈവത്തിന്റെ വിലയേറിയ ദാസനാണ്, ദൈവത്തിന്റെ ശ്രേഷ്ഠദാസനാണ്, ദൈവത്തിന്റെ വിലപ്പെട്ട ദാസനാണ്, ദൈവത്തിന്റെ വിലയേറിയ ദാസൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ഇങ്ങനെ നിങ്ങളും കേട്ടിട്ടുള്ളതായിരിക്കും. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാലും പോരാ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു പൗരോഹിത്യത്തിന്റെ കടന്നുകയറ്റമാണ്. പൗരോഹിത്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ റാങ്കുകൾ ഇല്ലെങ്കിൽ ടൈറ്റിലുകൾ, റാങ്കുകൾ വെച്ച് ആൾക്കാരുടെ ബഹുമാനം കൂട്ടുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അന്നേരം വിലയേറിയ ദാസൻ, ശ്രേഷ്ഠദാസൻ, വിലപ്പെട്ട ദാസൻ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഞാനിത് വളരെ ലീഗലിസ്റ്റിക് രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം? ഞാൻ നേരത്തെ പറഞ്ഞു ഈ ദാസൻ എന്നുള്ള പദം അടിമ എന്നുള്ള അർത്ഥത്തിലാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ബൈബിൾ ദാസൻ എന്നുള്ള പദം നമ്മളാണ് ഇപ്പോൾ സെർവന്റ് എന്നുള്ള ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് സ്ലേവ് എന്നുള്ള പദത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു ചോദിക്കോ, ഈ ഒരു സ്ലേവിനെ ആരെങ്കിലും ശ്രേഷ്ഠ വിലപ്പെട്ട സ്ലേവ് എന്ന് പറയും, അടിമ എന്ന് പറയൂ, ഇല്ലെങ്കിൽ വിറയേറിയ സ്ലേവ് എന്ന് പറയും? അങ്ങനെ ഒരു പദമേ ബൈബിളിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പദം ഒരു അടിമയ്ക്ക് യോജിക്കുന്ന പദവുമല്ല. അടിമയ്ക്ക് യോജിക്കുന്ന പദമല്ല വിലയേറിയ അടിമ എന്നുള്ളതോ ശ്രേഷ്ഠ അടിമ എന്നുള്ളതോ വിലപ്പെട്ട അടിമ എന്നുള്ളതോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ പദം ഉപയോഗിക്കാത്തത്. അതിനു പകരം ബൈബിൾ ഉപയോഗിക്കുന്ന പദം എന്താണ്, ദാസന്മാർക്ക് ഉപയോഗിക്കുന്ന പദം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്ന പല പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ എന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു വിശ്വസ്ത ദാസൻ എന്ന് പഠിപ്പിക്കുന്നു, ബുദ്ധിയുള്ള ദാസൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്, വിനീതനായ ദാസൻ എന്ന് പറയുന്നുണ്ട്. സ്വയം ദാസന്മാർ പരിചയപ്പെടുത്തേണ്ടത് പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് സ്വയം പരിചയപ്പെടുത്തണമെന്ന് പറയുന്നു. ഇവിടെ എങ്ങും വിലയേറിയ ദാസൻ, വിലപ്പെട്ട ദാസൻ, ശ്രേഷ്ഠദാസൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തേണ്ടത്, യേശുക്രിസ്തു പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ദൈവദാസന്മാർക്ക് ഉണ്ടാകേണ്ടത്. അതായത് ദൈവദാസൻ എന്ന് പറയുന്നത് ഉയർന്ന ഒരു ക്വാളിറ്റിയിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു ടൈറ്റിലല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, തന്നെത്താൻ താഴ്ത്തുമ്പോൾ നമ്മൾ അപ്രയോജനദാസന്മാരാണ് എന്ന് നമ്മളെ തന്നെ കണക്കാക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. അതായത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനുമാകാനായിട്ട് കഴിയും, ദുഷ്ടനും മടിയനുമായിട്ടുള്ള ദാസനുമാകാനായിട്ട് കഴിയും. അപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ദാസന്മാർ തന്നെയാണ്. അന്നേരം ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാരാണ് എന്ന് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാകാതിരിക്കത്തില്ല. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദുഷ്ടനും മടിയനുമായ ആയിത്തീരും. അപ്പോൾ നമുക്ക് ശരിക്കും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടി വരും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നും അവർ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് എന്നും എല്ലാ വിശ്വാസികൾക്കും ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളൊരു സാധാരണ വിശ്വാസി ഇല്ലെങ്കിൽ ദൈവവൈതലാണ്, എങ്ങനെയെങ്കിലും വിശുദ്ധമായിട്ട് ജീവിച്ച് സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല നമുക്ക് ഉണ്ടാവേണ്ടത്.
എന്നിട്ട് പലരും പറയുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല, ഞാൻ കള്ളു കുടിക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ചില പാപപ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മൾ പാപത്തിൽ നൊഴിഞ്ഞിരിക്കണം, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം, ദൈവം പഠിപ്പിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ വിശുദ്ധരായിരിക്കുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെ? തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇവയെ വിട്ടകന്ന് ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളായി തീരാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ആക്ച്വലി സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പദം തന്നെ, വിശുദ്ധീകരണം എന്നുള്ള പദം തന്നെ സെപ്പറേറ്റഡ് ഫോർ എ യൂസ് എന്നുള്ളതാണ്. അന്നേരം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത് ദൈവത്തിന് ഈ ഭൂമിയിൽ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല. പലരുടെയും ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പലപ്പോഴും ദൈവസഭയിൽ വരുമ്പോൾ ഇവർ ഒരു വെറും പാസീവ് ലിസണേഴ്സായി, പാസീവ് ഹിയറേഴ്സായി പോകുന്നതിന്റെ കാരണം ഇവർക്കുള്ള ശുശ്രൂഷ ഇവർ തിരിച്ചറിയാത്തതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ തിരിച്ചു വരട്ടെ. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെയാണോ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബൈബിളിൽ തന്നെ നോക്കിയാൽ മതി. പക്ഷേ ദൈവസഭയിൽ വരുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ശുശ്രൂഷയുണ്ട്. എല്ലാ വ്യക്തികൾക്കും ശുശ്രൂഷയുണ്ട്. എല്ലാവരെയും ദൈവത്തിന്റെ ദാസനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ആ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാവുകയില്ല. നമുക്ക് ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു സ്പെസിഫിക് പർപ്പസ് ദൈവിക ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മളൊരു നോൺ എൻറ്റിറ്റി ആയി ഒരു പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെയാണ്, എല്ലാവരും ഉൾപ്പെടെയാണ്. ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. എല്ലാവരെയും ദൈവം രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഒരു സ്പിരിച്വൽ നോൺ എൻറ്റിറ്റി അല്ല. എന്നെക്കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട്. അത് ചിലപ്പോൾ പ്രസംഗിക്കാനാവണമെന്ന് നിർബന്ധമില്ല, പഠിപ്പിക്കാനാവണമെന്ന് നിർബന്ധമില്ല, ലീഡർഷിപ്പിലാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു യൂസ് ഉണ്ട്. ദൈവം തന്നെ ഒന്നും കൂടുതലും കുറഞ്ഞായിട്ടുള്ള ക്വാളിറ്റി ഉള്ളതായിട്ട് കാണുന്നുമില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. പല വിശ്വാസികളും അനേക വർഷങ്ങൾക്ക് ശേഷം പല വിശ്വാസികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല എന്തിനാണ് ദൈവം അവരെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. അന്നേരം ഈ ദൈവസഭയിൽ ചില നിയമനങ്ങൾ നിയമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ശുശ്രൂഷകന്മാരെയും അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആഗോള സഭയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ചിൽ ചില നിയമനങ്ങൾ നിയമിക്കുന്നു. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് പോയിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അന്നേരം ദൈവിക നിയമനങ്ങൾ എഫേസ്യ ലേഖനത്തിൽ എന്താണ്? എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ മുതൽ എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കണം, അതൊരു യൂണിവേഴ്സൽ ചർച്ചിനെ പറയുന്ന രീതിയിലാണ് അപ്പോസ്തലൻ ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും ഒന്നായി തീരുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന സകല കുടുംബത്തിന്റെയും പേർ വന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻസ് ലോക്കൽ ചർച്ചിലും വരുമെങ്കിലും അതും ആ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റുകൾ പലപ്പോഴും യൂണിവേഴ്സൽ ചർച്ചിലാണ് വരുന്നത്, ലോക്കൽ ചർച്ചിൽ എല്ലാം വരണമെന്നില്ല. അത് ഞാൻ മുമ്പോട്ട് വിശദീകരിക്കാം. അന്നേരം 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ദൈവസഭ എങ്ങനെയാണ് കർത്താവ് ശരീരത്തെ ആക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. എല്ലാ വിശ്വാസികളുടെയും പ്രത്യാശ ഒന്നാണ്, അവരായിരിക്കുന്ന ദൈവത്തിന്റെ ശരീരം എന്നാണ്, അവരിലുള്ള പരിശുദ്ധാത്മാവ് എന്നാണ്, കർത്താവ് ഒരുവനാണ്, അവരുടെ വിശ്വാസം എന്നാണ്, അവരുടെ സ്നാനം എന്നാണ്, എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവരും കൂടി വ്യാപരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നവനായിട്ടുള്ള ദൈവവും പിതാവുമായവനും ഒന്നാണെന്ന് പറഞ്ഞു. അന്നേരം ദൈവസഭയുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ്, എന്നാൽ ദൈവം ചിലരെ മാത്രം, ഈ കോമൺ ആയിട്ടുള്ള ദൈവസഭയിൽ എല്ലാ വിശ്വാസികളും ദൈവദാസന്മാരായിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചിലരെ ദൈവം ചില അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കുന്നു, ദൈവിക നിയമനങ്ങൾ കൊടുക്കുന്നു. ഈ ദൈവിക നിയമനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്, എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. എന്നാൽ അവരിൽ നിന്ന് ദൈവം ചിലരെ മാത്രമാണ് ചില അപ്പോയിന്റ്മെന്റ്, ചില നിയമനങ്ങൾ കൊടുക്കുന്നത്. ആ നിയമനങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം യൂണിവേഴ്സൽ ചർച്ചിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയം എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവിടെ പറയുന്നത് അവൻ ചിലരെ, അവൻ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം സഭയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേശാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. എന്തിനാണ് നിയമിച്ചത്? അതാണ് ഞാൻ താഴത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാ വിശ്വാസികളെയും അവരുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ നിയമനം
ഒരു പ്രാദേശിക ദൈവസഭയിൽ ഈ എല്ലാ നിയമനവും ഒരുമിച്ച് വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യൂണിവേഴ്സൽ ചർച്ചിനുള്ള ദൈവത്തിന്റെ നിയമനമാണ്. ഇനി ഒരു പ്രാദേശിക സഭയിൽ ഈ എല്ലാ നിയമനങ്ങളും ഉണ്ടാകരുതെന്ന് നിർബന്ധമില്ല. എല്ലാ നിയമനങ്ങളും ചിലപ്പോൾ പ്രാദേശിക സഭയിലും ഉണ്ടായേക്കാം. ഒരു പ്രാദേശിക സഭയിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എല്ലാവരും ഉണ്ടായേക്കാം. പക്ഷെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ചിലത് പ്രാദേശിക ദൈവസഭയിൽ മാത്രമല്ല യൂണിവേഴ്സൽ ആയിട്ടുള്ള ദൈവസഭയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നേരം ഞാൻ പറഞ്ഞത് അത് ആണ് ദൈവവചനത്തിലെ ദൈവിക നിയമനങ്ങൾ. ദൈവം ചിലരെ നിയമിച്ചു. ഇത് കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം അതിന്റെ 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവം സഭയിൽ, അതും അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ തന്നെ ഇത് യൂണിവേഴ്സൽ ചർച്ചിന്റെ കോൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് വർഷാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ നിയമനം എന്നുള്ളത് യുണീക്കാണ്. അത് ചിലർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഇടയന്മാരല്ല. അത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. എന്നാൽ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ദൈവം കൊടുക്കുന്നത് ദൈവസഭയിലുള്ള വിശ്വാസികളെ അവരുടെ ശുശ്രൂഷ ചെയ്ത് അവരെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എക്വിപ്പ് ചെയ്യാനായിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള പ്രാദേശിക ദൈവസഭയിൽ ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റുകളുണ്ട്. ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിശ്വാസികൾക്കും അവരവരുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എക്വിപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ചിന് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ, രണ്ടാമത് പ്രാദേശിക ദൈവസഭയിൽ വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ്. അതിന്റെ കാര്യം കുറച്ച് വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിലെ 3 അധ്യായത്തിലാണ് പ്രാദേശിക ദൈവസഭയിൽ, യൂണിവേഴ്സൽ ചർച്ചിനെ പറ്റിയാണ് എഫേസ്യ ലേഖനം പഠിപ്പിക്കുന്നതെങ്കിൽ പ്രാദേശിക ദൈവസഭയെ പറ്റി ഏറ്റവും വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർ ലേഖനമാണ്. ഈ കൊരിന്ത്യർ ലേഖനത്തിലെ 3 അധ്യായങ്ങൾ കൂടി പൗലോസ് പ്രാദേശിക ദൈവസഭയിലെ ശുശ്രൂഷകൾ എങ്ങനെയാണ് ദൈവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും എന്താണ് ആ ശുശ്രൂഷകളുടെ പ്രിൻസിപ്പിൾ എന്നും എങ്ങനെ അത് ഉപയോഗിക്കരുതെന്നും എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇതൊന്ന് ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പലതും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം. എങ്ങനെയാണ് പ്രാദേശിക ദൈവസഭയിൽ ദൈവം ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്? 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ ആത്മീയ വരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ സഭയായ ശരീരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് മുമ്പ് ഇത് ജസ്റ്റ് ടച്ച് ചെയ്തു പോകണം, എങ്കിലും ഒന്നുകൂടി പറയാണ്. ഒരേ പരിശുദ്ധാത്മാവ് തന്നെ, ഒരേ കർത്താവ് തന്നെ, ഒരേ ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ തന്റെ ശരീരത്തിൽ തന്റെ പരിശുദ്ധാത്മാവിൽ കൂടി ഓരോ വ്യക്തികൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. അത് ചിലത് കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉണ്ട്, ചിലത് നോൺ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉണ്ട്. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ കരിസ്മാറ്റിക് ഗിഫ്റ്റുകൾ സഭയിൽ എക്സസൈസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടുമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഓരോ വ്യക്തികൾക്ക് ദൈവം കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എല്ലാ വ്യക്തികൾക്കും ദൈവിക സഭയിൽ പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം പറയാണ്, എന്നാൽ ഓരോരുത്തന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടും. എന്തിനാണ് നമുക്കൊരു കൃപാവരം ദൈവം തരുന്നത്? ദൈവം നമുക്കൊരു കൃപാവരം തരുന്നത് നമുക്ക് തിരിച്ചറിയണം. നമ്മളുടെ കൃപാവരങ്ങൾ നമ്മൾ ജ്വലിപ്പിക്കണം. അത് ദൈവം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗെയിന് വേണ്ടിയിട്ടോ നമ്മുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ല, ദൈവസഭയെ ബിൽഡ് ചെയ്യാനുള്ള പൊതുപ്രയോജനത്തിനാണ് നൽകപ്പെടുന്നത്. അന്നേരം നമ്മൾക്ക് എന്തായിരിക്കും, നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്ത എന്തായിരിക്കണം? നമ്മൾക്ക് എപ്പോഴും കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാനായിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നമ്മളെപ്പോഴും എന്താണ് പറയുക, നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിലല്ല, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ ദൈവത്തിന് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപാവരം തരികയാണ്. ആ കൃപാവരം ദൈവത്തിന്റെ സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ആ ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം ലഭിക്കുന്നു, വേറൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം ലഭിക്കുന്നു, വേറൊരു വ്യക്തിക്ക് ആത്മാവിനാൽ വിശ്വാസം ലഭിക്കുന്നു, വേറൊരു വ്യക്തിക്ക് രോഗശാന്തിക്ക് ഒരു വരം ലഭിക്കുന്നു, വേറൊരു വ്യക്തിക്ക് വീര്യപ്രവൃത്തിക്ക് ഒരു വരം ലഭിക്കുന്നു, മറ്റൊരു പ്രവചനം ലഭിക്കുന്നു, മറ്റൊരു ആത്മാവിന്. ഇങ്ങനെ പല പല വിധത്തിലുള്ള വരങ്ങൾ ഒരേ ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നു. ഞാൻ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഇതൊക്കെ പ്രാക്ടിക്കലാണോ? ഇത് പ്രാക്ടിക്കലാണ്. ഇതാണ് യഥാർത്ഥ ദൈവസഭയിൽ ദൈവത്തിന്റെ ജീവൻ ഒഴുകുന്ന ഒരു ദൈവസഭയിൽ ഇതൊക്കെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇല്ലെങ്കിൽ നമ്മളൊരു പാരലൈസ്ഡ് ചർച്ചയായിത്തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. പലപ്പോഴും സഭകൾ അങ്ങനെയാണ് ആയിത്തീരുന്നത്. ഇങ്ങനെയാണ് ദൈവം ഒരു സഭയിലെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ശുശ്രൂഷ കൊടുക്കുകയാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന്
അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. അന്നേരം ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവത്തിന് ഇഷ്ടമുണ്ട് ഓരോ വരം ഇവർക്ക് പകുത്തു കൊടുക്കണം. അങ്ങനെ അതിനുവേണ്ടി വാഞ്ചിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വാഞ്ചിക്കുമ്പോൾ, ദൈവത്തിന് പ്രയോജനപ്പെടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടിയിട്ട് വിശുദ്ധമായ പാത്രങ്ങളായിട്ട് നമ്മൾ തന്നെ അവൈലബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ, ദൈവം നമുക്ക് ദൈവസഭയെ ശുശ്രൂഷിക്കാനായിട്ടുള്ള പൊതുപ്രയോജനത്തിനായിട്ടുള്ള വരം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ വരങ്ങളെയാണ്, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഓരോ അവയവങ്ങൾ പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ അവയവങ്ങളാണ്, പക്ഷെ അവയവങ്ങൾ പോലെ ഫംഗ്ഷൻ. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് 11ാമത്തെ വാക്യം, ഇത് എല്ലാം പ്രവർത്തിക്കും താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നു ഒരേ ആത്മാവ് തന്നെ. 18ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അന്നേരം വരം പകുത്തു കൊടുക്കുന്ന പോലെ തന്നെ ഓരോ അവയവങ്ങൾ ദൈവമാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് അവയവം ദൈവത്തിന്റെ ശരീരത്തിൽ ആയിരിക്കണം. നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എനിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഞാൻ ദൈവം പ്രസംഗിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന്. എനിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഞാൻ സുവിശേഷകനാകണമെന്നുള്ളത്. എനിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എനിക്ക് ഇന്ന വരമാണ് ലഭിക്കുന്നത്. ദൈവമാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിരിക്കാനായിട്ട്, നമുക്ക് ദൈവത്തിന് പ്രയോജനപ്പെടാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ദൈവം നമ്മളെ ദൈവസഭയിൽ ഓരോ അവയവങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ എല്ലാ അവയവങ്ങളെയും ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ആ പ്രിൻസിപ്പിളാണ് 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഇത് 12ാമത്തെ അധ്യായത്തിൽ ദൈവം ദൈവസഭയിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികളെ ഓരോ അവയവങ്ങളാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. 13ാമത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ള അവയവങ്ങൾ അവരുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ട പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. 14ാമത്തെ അധ്യായത്തിൽ അത് ഇംപ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 27ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെയായിട്ട് അവയവങ്ങളാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഓരോരുത്തർക്കും വെവ്വേറെ അവയവങ്ങളാണ്. നമ്മൾ സ്പെസിഫിക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യേണ്ടവരാണ്. ദൈവത്തിന്റെ ഒരു തലയിലെ ഓരോ അവയവങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ തലയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ശരീരത്തിന്റെ തലയിൽ നിന്നുള്ള ഒരു സിഗ്നൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെ? ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്റെ കാലുകൾ ചുമ്മാ ഇരിക്കുകയാണ്. അന്നേരം ദൈവം ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കാം, പക്ഷെ ഒരു പർപ്പസ് ഉണ്ട് അതിന്. എന്റെ നാവ് സംസാരിക്കുകയാണ്, അല്ലെ? അന്നേരം ഈ രീതിയിൽ ഒരു തലയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ സിഗ്നലിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഓരോരുത്തരും ഇരിക്കേണ്ടത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ, ഇല്ലെങ്കിൽ തലയിൽ നിന്നുള്ള സിഗ്നൽ അവരിലേക്ക് ഇരിക്കുമ്പോൾ ആ അവയവത്തിന്റെ ഫംഗ്ഷൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യം? നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ്. പരിശുദ്ധാത്മാവ് നിറവ് എന്നിൽ വരുമ്പോൾ ഞാൻ എന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. എനിക്ക് ദൈവം പഠിപ്പിക്കാനായിട്ടുള്ള ശുശ്രൂഷയാണ് ഉള്ളതെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവ് നിറവിൽ അത് മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നിറവിൽ കഴിയുമ്പോഴത്തന്നെ എനിക്കൊരു ഇവാഞ്ചലിസ്റ്റിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം എന്നെ അതിനല്ല വിളിച്ചിരിക്കുന്നു. എന്റെ കോളിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുക, അതിനുവേണ്ടി അവൈലബിൾ ആയിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ നമുക്ക് ദൈവസഭയിൽ ഒരു ആക്റ്റീവ് അവയവമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ബിൽഡ് ചെയ്യപ്പെടുന്ന ദൈവസഭകളാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ലോകത്തിൽ നമുക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയുന്നത്. ആദിമ ദൈവസഭ അങ്ങനെയുള്ള ദൈവസഭകൾ ആയതുകൊണ്ടാണ് സുവിശേഷം ലോകത്തിൽ അവർക്ക് പ്രചരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ പോലത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു, ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇന്നത്തെ പോലത്തെ നിന്നുള്ളതിനേക്കാൾ അനേകം പീഡനങ്ങൾ ഉണ്ടായിട്ടും ദൈവസഭ ഒരു ശരീരം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഓരോ വ്യക്തികൾ എക്യുപ്ഡ് ആയിട്ട് അവർ മുമ്പോട്ട് പോയപ്പോൾ, സുവിശേഷകന്മാർ മുമ്പോട്ട് പോയപ്പോൾ, പ്രവാചകന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്തപ്പോൾ, ഓരോരുത്തർക്കും അവരവരുടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവസഭ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാണ്. പൗലോസ് മുകളിലത്തെ അധ്യായങ്ങൾ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേ ശുശ്രൂഷയുള്ളത്. എല്ലാവർക്കും ഒരേ ശുശ്രൂഷയാണെങ്കിൽ അതൊരു ഓക്വേർഡ് ഒരു ബോഡിയാണ്, അല്ലെ? ഒരു ശരീരത്തിലെ എല്ലാവർക്കും ചെവിയാണെങ്കിൽ അതെന്തൊരു ബോഡിയാണെന്നുള്ളത് പൗലോസ് ചോദിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ അത് എന്ത് ശരീരമാണെന്നാണ് പൗലോസ് ചോദിക്കുന്നത്, അല്ലെ? പല സഭകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇതിനൊന്നും കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഹിതപ്രകാരമുള്ള ദൈവസഭയെ പറ്റി ബർഡൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. പല സഭകളിലും വായുടെ ശുശ്രൂഷ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു വ്യക്തി തന്നെ എല്ലാ ശുശ്രൂഷയും നിന്ന് ഒരു വൺ മാൻ ഷോ പോലെ പ്രകടിപ്പിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ചെവിയുടെ ശുശ്രൂഷ 90% ആൾക്കാർക്ക്, വായുടെ ശുശ്രൂഷ, ബാക്കിയുള്ള ശുശ്രൂഷ എല്ലാം ഒരാൾ. ഇത് ദൈവവചനത്തിലെ ഇത് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തൊരു ശരീരമാണ്? ഇങ്ങനെയല്ല ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകാം, സമയം ഉള്ളതുവരെ.
അപ്പോൾ ഈ രീതിയിലാണ് ദൈവസഭയിൽ ശുശ്രൂഷകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം എന്താണെന്നുള്ളതും ദൈവവനപ്രഭമായിട്ടുള്ള സഭ എങ്ങനെയാണ് എന്നുള്ളതും വ്യക്തികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം വരുന്നത്. പിന്നീടാണല്ലോ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസനായി ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവനിൽ കൂടി ദൈവത്തിന്റെ ജീവൻ ഒഴുകുകയും അവനൊരു ശരീരത്തിന്റെ ഒരു അവയവമാണെന്ന് അവൻ തിരിച്ചറിയുകയും അവന്റെ കോളിംഗ് അവന് തിരിച്ചറിയാനായിട്ട് കഴിയും. അവൻ ആ കോളിംഗ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ എക്വിപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ ആക്റ്റീവ് അവയവമായിട്ട് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളൊരു അവയവമായിരിക്കാം, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഒരു അവയവമായിരിക്കും. വർക്ക് ചെയ്യാത്ത ഒരു അവയവം എന്നുള്ളത് ഒരു ശരീരത്തിന് എന്ത് പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിന് മുമ്പോട്ടുള്ള പോക്കിനെ പോലും തടയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ആൾക്കാർക്ക് ഈ കാര്യം മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള ഒരു വിളിയുണ്ട് എന്നുള്ളതും സ്പെസിഫിക് ഇഷ്ടമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. പൗലോസ് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പൗലോസിന് അങ്ങ് പോകാമായിരുന്നു. പക്ഷെ പൗലോസിന് അറിയാം, പരിശുദ്ധാത്മാവ് അവർക്ക് ഒരു എൻലൈറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഓക്കെ, ഞാൻ ഇതിന് മുമ്പോട്ട് പോട്ടെ. അന്നേരം പൗലോസ് 12-ാമത്തെ അധ്യായത്തിൽ, 1 Corinthians 12-ാമത്തെ അധ്യായത്തിൽ പ്രാദേശിക ദൈവസഭയിൽ ഓരോ വ്യക്തി, ഇത് ഞാൻ പറഞ്ഞു വീണ്ടും പറയട്ടെ, ഇത് സഹോദരിമാർക്കും ഉള്ള കാര്യമാണ്, അല്ലാതെ സഹോദരിമാരെ മാറ്റി നിർത്തുന്ന കാര്യമല്ല. മുമ്പോട്ട് വിശദീകരിക്കാം. അന്നേരം ഇങ്ങനെ ദൈവം ഒരു ദൈവസഭയിൽ അവയവങ്ങളെ വെച്ചിരിക്കുകയാണ്. അവയവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് വിശദീകരിക്കാത്തത്. ഇങ്ങനെയുള്ള ദൈവസഭയിലെ ശുശ്രൂഷകൾക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതാണ് 13-ാമത്തെ അധ്യായം. നമ്മൾ ചിലപ്പോൾ ആയിരിക്കും ഈ 12-നും 14-നും ഇടയ്ക്ക് 13 വന്നത് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ചിന്തിക്കും. എന്തിനാണ് ഈ കൃപാവരങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള 12-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിൽ കൃപാവരങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ യൂസ് ചെയ്യരുതെന്നും പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് 13-ാമത്തെ അധ്യായം കൊണ്ടുവച്ചിരിക്കുന്നത്? 13-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ശുശ്രൂഷകൾ ഒരു ദൈവസഭയിൽ യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്നുള്ളത് ഡിവൈൻ ലവിൽ നിന്നായിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഡിവൈൻ ലൈഫിൽ നിന്നാണ് ഡിവൈൻ ലവ് വരുന്നത്, ഡിവൈൻ ലവിൽ നിന്നാണ് ഡിവൈൻ ഫെലോഷിപ്പ് വരുന്നത്. അന്നേരം സോയെ ലൈഫിൽ നിന്നും അഗാപ്പയും കൊയിനോനിയും വരുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. അത് 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ദൈവസഭയിലെ ഓരോ വ്യക്തികളുടെയും ശുശ്രൂഷയെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്. അത് ദൈവത്തോടുള്ള സ്നേഹവും ദൈവസഭയോടുള്ള സ്നേഹവും. ഈ ഒരു അഗാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസഭയിലെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ, മാനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. ദൈവത്തോടുള്ള സ്നേഹം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ശക്തമായിട്ട് നമ്മൾ പറയേണ്ടി വരുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ പറയേണ്ടി വരുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലെ, നമുക്കൊരു യഥാർത്ഥ ഒരു രോഗിയെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കും. അതേസമയം രോഗിയുടെ അടുത്തുനിന്ന് കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് പറയത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന പോലെയാണ്. ഇതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അഗാപ്പെ ലവിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അഗാപ്പെ ലവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിന്റെ സ്നേഹത്തിലാണ് ദൈവസഭയിൽ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്നുള്ളത് 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുക. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് വളരെ വിശദീകരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസഭയിൽ ശരീരത്തിൽ അവയവങ്ങളായിട്ട് ഓരോ വ്യക്തികളെയും വെച്ചിരിക്കുന്നു. അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉണ്ട്, നോൺ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉണ്ട്. എന്നാൽ ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഗിഫ്റ്റുകൾ ദൈവസഭയിൽ വരുമ്പോൾ കൂടിവരവുകളിൽ പ്രകടിപ്പിക്കേണ്ട ശുശ്രൂഷ ഗിഫ്റ്റുകളാണ്. അത് പ്രകടിപ്പിക്കുമ്പോൾ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനൊരു ചെയ്യരുതാത്ത രീതിയുണ്ട്, ചെയ്യേണ്ട രീതിയുണ്ട്. ഞാൻ അതിന്റെ വളരെ വിശദീകരണത്തിൽ പോകുന്നില്ല. ഈ ചാപ്റ്റർ ഞാൻ വളരെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതിന്റെ പ്രിൻസിപ്പിൾ മാത്രം പറയാണ്. ദൈവസഭയിലെ എല്ലാ ശുശ്രൂഷകളും ദൈവസഭയിൽ കടന്നു വരുമ്പോൾ എല്ലാവരുടെയും ശുശ്രൂഷ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളത് ദൈവം പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധാത്മ നിയന്ത്രണം എന്താണ് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ തന്നെ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സുബോധം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. അന്നേരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ സെൽഫ് കൺട്രോൾ പോവുകയല്ല ചെയ്യുന്നത്, ആ വ്യക്തിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
അതാണ് പൗലോസ് 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവ് ഒരു ഗിഫ്റ്റ് തന്നു. നിങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആ ഗിഫ്റ്റ് ആകരുത്, പകരം പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങൾ ആ കൃപാവരത്തെ നിയന്ത്രിക്കുകയും ചെയ്യണം. ഇത് പലർക്കും അറിയാവുന്ന കാര്യമല്ല. പലരും ചിന്തിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മ ശുശ്രൂഷയിലുള്ള നിറവിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ശുശ്രൂഷയാണെന്നാണ്. അത് തെറ്റാണ്. പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നിയന്ത്രണത്തിലുള്ള ശുശ്രൂഷ യഥാർത്ഥത്തിൽ കൃപാവരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പ്രവചനം എങ്ങനെയായിരിക്കണം, അന്യഭാഷ എങ്ങനെയായിരിക്കണം, സഭയിൽ കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കണം. കാരണം ഇത് ആത്മീയ വർധനം മറ്റുള്ളവർക്ക് വരുത്താൻ വേണ്ടിയാണ്. ഞാൻ ചുരുക്കം ഒരു വളരെ ഷോർട്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ. എൻ്റെ അടുത്ത് പലപ്പോഴും ദൈവവചനം സംസാരിക്കാനായിട്ട് വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്, എത്ര സമയമാണ് പറയേണ്ടത്, സംസാരിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ആ പറയുന്ന സമയത്തിന്റെ 5 മിനിറ്റെങ്കിലും മുമ്പിൽ നിർത്താറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഇന്റർ ഡിനോമിനേഷണൽ പ്രയറിനെ സംസാരിക്കാനാണ് വിളിച്ചു. ഒരു വലിയ 10-120 ഫാമിലീസ് വരുന്നതാണ്. ഞാൻ ചോദിച്ചു എത്ര സമയമാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു 20 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, 25 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ഇത് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തലേ ആഴ്ചയിൽ ഇല്ലെങ്കിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് വേറൊരു വ്യക്തിക്ക് സമയം കൊടുത്തിട്ട് 25 മിനിറ്റ്, അദ്ദേഹത്തിന്റെ 40 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അന്നേരം ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനിയിപ്പോ സമയം കുറച്ച് പറഞ്ഞില്ലെങ്കിൽ ഏതായാലും പറയുന്നതിൽ പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടി പ്രസംഗിക്കും, അന്നേരം കുറച്ച് പറഞ്ഞാണെന്ന്. ഞാൻ 25 മിനിറ്റ് പറഞ്ഞതിൽ എനിക്ക് 15-20 മിനിറ്റിൽ ഞാൻ പ്രസംഗം നിർത്തി. അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു കുറച്ചുകൂടി സമയം എടുക്കേണ്ടതായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഇതാണ് സമയം എടുത്ത് പറഞ്ഞു, അതിന്റെ അകത്ത് വെച്ച് നിർത്തുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അന്നേരം ഇദ്ദേഹം പറഞ്ഞു ഈ സാധാരണ ആൾക്കാർ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പറയുന്നതാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പ്രൊജക്ട് ചെയ്ത് പറയുന്നില്ല. പലപ്പോഴും പലരും ചിന്തിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊന്നും വിഷയമല്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങ് സമയം കൂടുതൽ എടുത്തു. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു, അന്നേരം അന്യഭാഷ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ആരാണ് എന്താണെന്ന് നോക്കാതെ പ്രസംഗിച്ചു. ഇങ്ങനെയല്ല. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, വാക്കുകൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയാണ്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കൃപാവരങ്ങൾ, 2 കൃപാവരങ്ങളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്രവചനവും, ഒന്ന് അന്യഭാഷയും. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവനോ അവിശ്വാസിയോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാത്ത ശുശ്രൂഷകൾ ദൈവാത്മ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ശുശ്രൂഷയല്ല. അത് കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പോലും പറയാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ദൈവസഭയുടെ കൂടിവരവുകളിൽ ശുശ്രൂഷകൾ നിയന്ത്രിക്കപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്? പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ഓരോരുത്തരും പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവസഭയിലെ കൂടിവരവുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ഒരു ഓർക്കസ്ട്രയിൽ നമുക്കറിയാം, ഒരു ഇൻസ്ട്രുമെന്റ് കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് നിർത്തുകയും ചെയ്യും. എങ്ങനെയാണ്? അതൊരു ഓർക്കസ്ട്ര കണ്ടക്ടർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പരിശുദ്ധാത്മാവാണ് അവിടുത്തെ നിയന്ത്രിതാവ്, അല്ലാതെ സഭയിലെ മൂപ്പനല്ല. സഭയിലെ മൂപ്പനല്ല ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. സഭയിലെ ശുശ്രൂഷകൾ ചെയ്യുന്നത് വിശ്വാസികളാണ്. മൂപ്പന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവരെ ഓവർസീ ചെയ്യുക, അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് മൂപ്പന് ഒരു ഓവർസീയിങ് ഉണ്ടായിരിക്കും, പക്ഷെ മൂപ്പനല്ല ഇതിനെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൃപാവരങ്ങൾ നിയന്ത്രിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു തലയുടെ സിഗ്നൽ അനുസരിച്ചിട്ട് ഓരോരുത്തരും ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷകൾ മനോഹരമായിരിക്കും. ഒരു ഓർക്കസ്ട്ര പോലെ മനോഹരമായിരിക്കും. ഇതിനൊരു റിതം ഉണ്ടായിരിക്കും. ഞാൻ പറയാം, ഒരു ശരീരത്തിന് നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, ഈ ശരീരത്തിനൊരു റിതമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാഡിനൽ റിതം എന്നങ്ങാണ്ടാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ശരീരത്തിനൊരു താളമുണ്ട്, ഒരു മ്യൂസിക്കിനൊരു താളമുണ്ട്, ഒരു ഓർക്കസ്ട്രയ്ക്ക് ഒരു താളമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ദൈവസഭയുടെ കൂടിവരവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായി പരിശുദ്ധാത്മാ നിയന്ത്രണത്തിൽ. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ, 26-ാമത്തെ വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരും ഉപദേശമുണ്ട്, ഓരോരുത്തരും വെളിപാടുണ്ട്, ഓരോരുത്തരും അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായിട്ട് വരട്ടെ. എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പറഞ്ഞുകൊണ്ട് അന്യോന്യമുള്ള കീഴ്പ്പെടലായിരിക്കണം, പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിലായിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? സകലവും, നമ്മൾ സാധാരണ പറയുന്നത് ചന്തവും ഉചിതവുമായിട്ട് നടക്കുമെന്നാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ചന്തവും ഉചിതമായിട്ട് നടക്കുമെന്നല്ല, സകലവും ഉചിതവും ക്രമവുമായി നടക്കും. നേരെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വായിച്ചപ്പോൾ അന്യഭാഷകൾ സംസാരിക്കുന്ന വിലക്കുകയുമരുത്, സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഞാനിത് പറഞ്ഞത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വാക്യങ്ങളെല്ലാം എടുക്കാതിരുന്നത് എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ടാണ്. അന്നേരം ദൈവസഭയിലെ ശുശ്രൂഷകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാവരും ദൈവദാസന്മാരായിരിക്കുമ്പോൾ ദൈവസഭയിൽ ചില അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കുക. ആ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
എന്നാൽ വിശ്വാസികൾക്ക് ദൈവം ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ അവർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ, ദൈവിക സ്നേഹത്തിൽ, ദൈവത്തിന്റെ സഭയോടുള്ള സ്നേഹത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവസഭയിൽ ഓരോ വ്യക്തികളും ശുശ്രൂഷിക്കുമ്പോൾ അങ്ങനെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മനോഹരമായിരിക്കും. അതൊരു അരോചകമായിരിക്കില്ല, അതൊരു ബോറിംഗ് ആവുകയില്ല, അത് മൊണോട്ടണസ് ആവുകയില്ല. അങ്ങനെയുള്ള ദൈവസഭയിൽ ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് പാപബോധം ഉണ്ടാവുകയും നിങ്ങളുടെ ഇടയിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവുകയും അവർ കവിണ്ണു വീണ് മാനസാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബോഡിയായി ദൈവസഭ വർക്ക്. ഞാൻ പറഞ്ഞിരിക്കുന്നത് കൂടിവരവുകളുടെ കാര്യം മാത്രമാണ്. കൂടിവരവുകളുടെ പുറത്തും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ചിലരെ അയക്കുന്നു, ചിലർ അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അങ്ങനെ ഒരു ദൈവത്തിന്റെ ശരീരമായിട്ട് ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ അതുകൂടെ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവസഭയുള്ള എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. അത് സ്ത്രീകൾക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്. ദൈവത്തിന്റെ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുരോഹിത വർഗം പുരുഷന്മാർ മാത്രമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ തലയിൽ നിന്നുള്ള അഭിഷേകം ലഭിച്ച എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ച എല്ലാ വ്യക്തികളും ശുശ്രൂഷകന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാണ്. അന്നേരം സഹോദരിമാരും സഹോദരന്മാരും ശുശ്രൂഷകൾ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, അന്ത്യനാളിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു. അന്നേരം ശുശ്രൂഷകൾ എല്ലാവർക്കും ഉള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അല്ല അന്നേരം സ്ത്രീകളെ ശുശ്രൂഷയിൽ നിന്ന് ദൈവവചനം മാറ്റി നിർത്തിയിട്ടില്ല. എന്നാൽ സ്ത്രീകളുടെ ശുശ്രൂഷയിൽ ചില ഇൻസ്ട്രക്ഷൻസ് പൗലോസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ശുശ്രൂഷിക്കേണ്ടതെന്നുള്ളതും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. അത് പൗലോസ് ഈ 14-ാമത്തെ അധ്യായത്തിൽ തന്നെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് ദുരുപയോഗപ്പെടുത്തി ആൾക്കാർ സ്ത്രീകൾക്ക് സഭയിൽ ഒരു ശുശ്രൂഷയുമില്ല, സ്ത്രീകൾ മിണ്ടാതെ ഇരുന്ന് കേട്ടോണ്ട് പോയാൽ മതി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ അതിലേക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ അടുത്തൊരു ദിവസം കൊണ്ട് ഇത് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, ദൈവം മുമ്പോട്ട് അതുകൊണ്ട് നിർത്താൻ കഴിയുകയാണെങ്കിൽ. പക്ഷെ അപ്പോൾ ഞാൻ ഇതുകൂടി ടച്ച് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇനി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള യഥാർത്ഥ ദൈവസഭയിൽ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ആ രീതിയിൽ കർത്താവിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവിന്റെ മഹത്വമായിട്ട് ഒരു സഭയ്ക്ക് ആയിത്തീരാനായിട്ട് കഴിയും. അങ്ങനെ ആയിത്തീരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ. സൗഖ്യത്തിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ഒരു കൂടിവരവ്. നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, നിങ്ങളുടെ ഗ്യാതറിങ്ങിൽ ഈ ശുശ്രൂഷകൾ ക്രമമായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ടീച്ചിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു സഭയുടെ കൂടിവരവുകളിൽ ക്രമമില്ലാതിരിക്കരുത്. അതൊരു തെറ്റായിട്ടുള്ള ചിന്തയാണ്. സഭയുടെ കൂടിവരവുകൾ ക്രമമില്ലെങ്കിൽ അവിശ്വാസികൾ കടന്നു വരികയും അവർ ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അത് ഈവൻ ദൈവനാമം ദുഷിക്കുന്ന രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യും. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതാണ്. പലപ്പോഴും ഈ അന്യഭാഷയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ഈ എന്താ പറഞ്ഞിരിക്കുന്നത് പലയിടത്തും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ദുരുപയോഗം പലയിടത്തും കണ്ടതുകൊണ്ടാണ്. ഇത് നമ്മുടെ ഒരു സഭയിലുള്ള വിശ്വാസികളുടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള കൃപാവരങ്ങളുടെ എക്സസൈസ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതുവായിട്ടുള്ള സഭയുടെ കൂടിവരവുകളിൽ ഇത് നിയന്ത്രിക്കണം. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പല രീതിയിൽ ദുരുപയോഗപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം ഇതൊരു സഭയുടെ കൂടിവരവുകളിലാണ്. നമ്മളിപ്പോ ഒരു സഭയുടെ കൂടിവരവുകളിൽ അവിശ്വാസികളും കടന്നു വരുന്നവരാണ്, അല്ലെ? അവർ സുവിശേഷം കേൾക്കാനായിട്ട് കടന്നു വരും, മറ്റുള്ളവർ കടന്നു വരുന്നുണ്ട്. പലരും വരുന്ന ഒരു മീറ്റിങ്ങിൽ നമ്മളുടെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ലെങ്കിൽ അത് വിലക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിലക്കരുത്. അതേസമയം അത് നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടാനായിട്ടും പലർക്കും ഈ പൗലോസ് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പേ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം പറയണ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പൗലോസ് പറയുക മുമ്പോട്ട് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ഒരു നിയന്ത്രണം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ. ഈ കൊരിന്ത്യ സഭ നമ്മൾ മനസ്സിലാക്കണം, കൊരിന്ത്യ സഭ ഒരു ജഡീക സഭയായിരുന്നു. അവർ ജഡീകരാണ്, വിശ്വാസികളാണ്. അവരുടെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മീയ സഭയിൽ പൗലോസ് ഇത്രയും നിയന്ത്രണങ്ങളൊന്നും പറയുന്ന പോലുമില്ല. പൗലോസിന് അറിയാം ഇവർ പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത, ശരിക്കും ഒരു ലീഡർഷിപ്പ് പോലും ഇല്ലാത്ത ഒരു സഭയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അന്നേരം അവിടെ നിയന്ത്രിക്കണം എന്നുള്ളത് ക്രമമായിട്ട് അത് ചെയ്യാൻ വേണ്ടി അവരെ ഇൻസ്ട്രക്ട് ചെയ്യണം. അത് ഇന്നും ആപ്ലിക്കബിൾ ആണ്.